അത് എന്താ പറയുക, നമ്മുടെ പേര് വെച്ചിട്ട് ഒരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി ഞാൻ എന്ത് പോസ്റ്റ് ചെയ്താലും ആ പോസ്റ്റെല്ലാം എടുത്തിട്ട് അവൻ്റെ പോസ്റ്റാക്കും. അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ ആരെയൊക്കെയോ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്നൊക്കെ പൈസയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അങ്ങനെ വാങ്ങിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എൻ്റെ ഒരു വൈഫിൻ്റെ പള്ളിയിലൊക്കെ കൂടുന്ന ഒരു ടീമാണ്, ഒരു US-ലുള്ള ഒരു ടീമാണ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു പൈസ. അപ്പം പുള്ളിക്കാരൻ ഞാൻ US-ൽ പ്രോഗ്രാമിന് പോകുമ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുള്ള. അപ്പം ഇവൻ അറിയില്ലായിരുന്നു ഞാൻ അങ്ങോട്ട് വിളിക്കുമല്ലോ എന്നറിയില്ലായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ നേരിട്ട് വിളിച്ചിട്ട് ചോദിച്ചു എന്ത് പറ്റി ജോബി. അപ്പോൾ എൻ്റെ ഒരാൾ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഈ പൈസ തീർത്ത് പിരിക്കുന്നത്. എനിക്കത് അറിയുപോലുമില്ല. അങ്ങനെ പുള്ളി ഈ പറഞ്ഞതുപോലെ US-ലേക്ക് വിളിച്ച് പിന്നെ ഈ പൈസ വേണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ജോബിയുടെ ആരോ ഹോസ്പിറ്റലുള്ള, എനിക്കൊരു പിന്നെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അങ്ങനെ ആരുമില്ല. അല്ല അപ്പോളോ ഹോസ്പിറ്റലിൽ ആരോ ഉണ്ടല്ലോ, ആരോ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ആരുമില്ല. അപ്പോൾ ഈ നമ്പർ ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. എന്നാൽ ഇതിൽ ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ആ പുള്ളിയുടെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഫോട്ടോ തന്നെ വേറൊരു നമ്പറിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഈ പുള്ളീനെ ഞാനാകെ ഇപ്പോൾ നാട്ടുകാർ അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നമല്ലേ, നമുക്ക് നാണക്കേടല്ലേ. അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുന്നതാണ്. ഞാൻ അങ്ങനെ പുള്ളീനെ കൊണ്ട് അവൻ ഇതുവരെ വാങ്ങിച്ച എന്താ പറയുക പൈസ അല്ലെങ്കിൽ അതുവരെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുള്ളിക്ക് കൊടുക്കുക, അതിലും കൂടുതൽ പുള്ളി തരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കിവിടെ കമ്പനി ഉണ്ട്, ഞങ്ങൾക്കിവിടെ മറ്റേ ഒരു ചാരിറ്റിയാണ് ഞങ്ങൾ കൂടുതൽ, അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാണിക്കണമെങ്കിൽ നിങ്ങൾ തന്നതിനേക്കാൾ നിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് അറിയണം, അതിൻ്റെ കൂടുതൽ ഞാൻ തരാം എന്തൊക്കെയോ പറഞ്ഞ് പുള്ളി എന്ത് ചെയ്തു, എൻ്റെ ഡീറ്റെയിൽസ് തീർത്തും വാങ്ങിച്ചെടുത്തു. ആ പുള്ളി ആ ഡീറ്റെയിൽസ് തീർത്ത് എനിക്ക് ഫോർവേഡ് ചെയ്തു. നേരെ സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുത്തു നേരെ. അപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ പോലീസ് ചോദിച്ചു പുള്ളീനെ കാണണോ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കണ്ടിട്ട് ഇനിയിപ്പം നാളെ അവൻ വേറെ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് വന്നു കഴിഞ്ഞാലേ ഞാൻ കേസ് കൊടുത്തിട്ട് കണ്ടെന്നുള്ള ഇതിൽ വരണ്ട. അപ്പോൾ അതുകൊണ്ട് പിന്നെ പുള്ളി എന്ത് ചെയ്തു, പിന്നെ നേരെ അവരെ കണ്ടു. പിന്നെ അവൻ്റെ ബാക്കിയുള്ള എൻ്റെ ആ സമയത്ത് എനിക്ക് ഏതാണ്ട് 8 or 9 അക്കൗണ്ട് എങ്ങാണ്ടുണ്ട് ജോബി ജോൺ എന്ന് പറഞ്ഞു. അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ ഇപ്പം ഒരു അക്കൗണ്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നത്. എനിവേ കുറച്ച് പൈസ അവൻ ഉണ്ടാക്കി. അവൻ മാത്രമല്ല കേട്ടോ, ഒത്തിരി പേര് ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ജോബി ജോണിൻ്റെ അവസ്ഥ കണ്ടാൽ ഞെട്ടിപ്പോകും. ജോബി ജോൺ എന്താ പറയുക, ജോബി ജോണിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആയിരിക്കും ഒക്കെ ടാഗ് ലൈനൊക്കെ അങ്ങനെ ആയിരിക്കും വരുന്നത്. പക്ഷേ പിന്നെ ഉള്ളിൽ അത് വായിച്ച് നോക്കുമ്പോൾ ആയിരിക്കും പലരും നമുക്ക് മെസ്സേജ് അയക്കുന്നത്. നമ്മൾ വലിയ മില്യനെയറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിട്ടില്ല, അത്യാവശ്യം ജീവിച്ചു പോകാൻ ദൈവം തമ്പുരാൻ സഹായിച്ച് അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. പിന്നെ അവരങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോട്ടെ. പക്ഷേ ഇങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ വേദനിപ്പിക്കുന്നത് അത്ര ഒരു സുഖമുള്ള കാര്യമല്ല അല്ലേ. ഒരാളെ തന്നെ എപ്പോഴും എടുത്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ്, അതൊരു സുഖമുള്ള കാര്യമല്ല. കുറേയൊക്കെ ആകാം. എപ്പോഴും ഒരാളെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് അല്ലേ, ആൾക്കാർ മടുത്ത്. ഇപ്പം എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ആളെ പിടിക്കും. നമ്മളെ നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ മടുത്തില്ലേ, ഇനി വേറൊരാളെ നിങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക. നമ്മുടെ കാര്യങ്ങൾ കണ്ട് ആളുകൾ കേട്ട് മടുത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ ആൾക്കാരെ എടുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. പ്രിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ളൊരു വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളൊരു കാര്യം ഇത് മാത്രമാണുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പാട്ടായാലോ എന്തായാലും. ഏ അജ്നബി തൂ ഭി കഭി ആവാസ് ദേ കഹീ സേ, ഏ അജ്നബി തൂ ഭി കഭി ആവാസ് ദേ കഹീ സേ, मैं यहाँ टुकड़ों में जी रहा हूँ, मैं यहाँ टुकड़ों में जी रहा हूँ, तो कहीं टुकड़ों में जी रही है। ए अजनबी तू भी कभी आवाज दे कहीं से, ए अजनबी तू भी कभी आवाज दे कहीं से.
ഇപ്പൊ ചേട്ടന്റെ ശരിക്കുള്ള നാട് കുറ്റ്യാടിയാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്താണ് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ വിൻ ചെയ്തിട്ടുള്ള വില്ല കിട്ടിയത്. ഇപ്പൊ താമസിക്കുന്നത് എറണാകുളത്താണ്. അപ്പൊ ശരിക്കും എവിടെയാണ് താമസം? ഏറ്റവും കൂടുതൽ ഇഷ്ടം എവിടെയാണ്? എനിക്ക് എപ്പോഴും നമുക്ക് നമ്മുടെ നാട് വിട്ടിട്ടുള്ള വേറൊരു ഇതില്ലല്ലോ. ഇഷ്ടം എപ്പോഴും നാട് തന്നെയാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു എന്താ പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ പഠിച്ചതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 5th മുതൽ 10th വരെ പഠിച്ചത് എറണാകുളത്താണ് പഠിച്ചത്. അപ്പോൾ കുറേ കോൺട്രവേഴ്സീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ. വില്ല കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വന്നിരുന്നു. തീർച്ചയായിട്ടും അത് ഞാനും അതാണ് നേരത്തെ അതെ കുറേ വ്യാജ വാർത്തകൾ വരുന്നുണ്ട്. കുറേ വ്യാജന്മാർ ഒരുപാട് പേരുണ്ട്. കാരണം വീട് കിട്ടിയില്ല എന്ന് പറഞ്ഞ ജോലിയുടെ അവസ്ഥ കണ്ടാൽ വളരെ പരിതാപകരമാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ പാടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് വീട് കിട്ടി. പക്ഷെ അതിൻ്റെ ചെറിയ ഒരു കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു 2-2.5 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ട്രിവാൻഡ്രത്താണ് വീട് കിട്ടിയത്. അപ്പം പിന്നെ അത് നമുക്ക് പോക്കുവരവൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടും പിന്നെ എറണാകുളം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും ഞാൻ പഠിച്ച് ഇവിടെ വളർന്നതുകൊണ്ടും എനിക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടും എറണാകുളത്തേക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ആരാ? എനിക്ക് ഓരോ തലത്തിലും ഓരോരുത്തരും ഇഷ്ടമാണ്. ഇപ്പം പണ്ട് കുറച്ചും കൂടെ പുറകോട്ട് എടുക്കുകയാണെങ്കിൽ ദേവരാജൻ മാസ്റ്റർ മുതൽ ഇവിടെ ഈ പുതിയ തലമുറയിലുള്ള ആളുകൾ വരെ എല്ലാവരും നല്ല അത്യാവശ്യം അവരുടേതാകുന്ന കഴിവുകൾ തെളിയിച്ചിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സാണ്. ആരെ അങ്ങനെ ഇതാണ് ഇഷ്ടമെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ഇപ്പം ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകൾ എടുക്കുമ്പം അതൊരു പ്രത്യേക ഇഷ്ടമാണ് അല്ലേ. അതുപോലെ തന്നെ റഹ്മാൻ സാറിൻ്റെ പാട്ടെടുക്കുമ്പം അത് വേറൊരു തലം. എന്നാൽ ഇളയരാജയുടെ പാട്ടെടുത്താലോ അത് വേറൊരു തലം. ഇതെല്ലാം മാറി വെച്ച് രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതം പാട്ടെടുത്താൽ കുറേ ക്ലാസിക്കലായിട്ടുള്ള കുറേ അടിപൊളി വേറെ സാധനം. ഇതിൻ്റെ അകത്തു നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ട് ചെയ്യുന്നതാണ് ബാബുക്കയുടെ പാട്ട്. അത് വേറൊരു തലം. എന്നാൽ അതിൻ്റെ അകത്തു നിന്ന് വ്യത്യസ്തപ്പെട്ട് ചെയ്താണ് നമ്മുടെ എന്താണ് സലീജയുടെ പാട്ട്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവരുടെ എല്ലാവരുടെയും പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ എന്താ പറയുക, റഹ്മാൻ സാർ തന്നെയാണ് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവരൊന്നും ഫേവറേറ്റ് ആകാതിരിക്കുന്നില്ല കേട്ടോ. ജോൺസൺ മാഷ് അതുപോലെ തന്നെ എനിക്ക് ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ രവീന്ദ്ര മാഷ് ഫേവറേറ്റ്. അതുപോലെ തന്നെ സലീജയുടെ പാട്ട് കാതിൽ തേമഴയായി പാടുകാറ്റേ കരളേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർത്താരോ മധുരമായി പാടും മണി ശംഖുകളായി കാതിൽ തേമഴയായി പാടുകാറ്റേ കരളെ കാതിൽ തേമഴയായി പാടുകാറ്റേ കരളെ. ഇപ്പൊ റഹ്മാൻ സാറിന്റെ ചോദിച്ചിട്ടുണ്ട് ഏതായിരിക്കും ഒരു പാട്ട് പാടാ? കാതൽ തീണ്ടവേ കാതൽ തീണ്ടവേ കടൽ ദാഗം തീർന്നതേ ഉന്നാലേ തന്താലേ ഉന്നാലേ തന്താലേ ഉദയാ ഉദയാ ஒளிர்கிறேன் உயிரால் உன்னையே எழுதுகிறேன் காதல் 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 உன் பாதி வாழ்கிறேன் என் பாதி தேகிறேன் உன்னாலே தன்னாலே എന്നാളും. ചേട്ടനോട് ഞാൻ വേറൊരു പാട്ട് റിക്വസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പം സൂര്യകിരീടം എന്ന് പറഞ്ഞ പാട്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടിയ സമയത്തും വളരെ പോപ്പുലർ ആയിരുന്നു ചേട്ടൻ്റെ പാട്ട്. ആ ഒരു പാട്ടൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. കരൾ നീരവേ മോക്ഷമാർഗം നീട്ടുമോ
അഗ്നിയായി കരൾ നീറവേ മോക്ഷമാർഗം നീട്ടുമോ ഇഹ പരശാപം തീരാനമ്മേ ഇനിയൊരു ജന്മം വീണ്ടും തരുമോ സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ